നമസ്കാരം. അങ്ങനെ ഒടുവിൽ മുരളീധരന്റെ വിഷമം മാറ്റാനായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ പരാജയം കോൺഗ്രസിൽ കലാപത്തിന് തിരികൊളുത്തുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോഴെത്തുന്നത്. തൃശൂരിലേറ്റ വൻ പരാജയത്തിന് കാരണം പാർട്ടി നേതൃത്വമാണെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചതോടെയാണ് വിവാദം തുടങ്ങിയത്. സംസ്ഥാന നേതൃത്വവും DCCയും സഹായിച്ചില്ലെന്ന നിലപാടിലാണ് മുരളീധരൻ. അതൊരു പരസ്യമായ രഹസ്യമല്ലേ മുരളീധരൻ ചേട്ടാ? ഇതേ തുടർന്ന് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ വയനാട്ടിലേക്ക് കെ മുരളീധരനെ പരിഗണിക്കുമെന്നാണ് വിവരം. ഇത് മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമമാണെന്ന് തന്നെ പരസ്യമായ രഹസ്യമാണെന്ന് നമുക്കറിയാലോ. എന്നാലും തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുരളീധരനുണ്ടായ വിഷമം മാറ്റുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം. റായ്ബറേലിയിലും ജയിച്ച രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ അംഗത്വം രാജിവെച്ചാൽ കെ മുരളീധരൻ വരട്ടെ എന്നാണ് നിർദ്ദേശം. എങ്ങനെ? എന്നാലും മുൻപ് DAC കാലത്ത് ഇരു മുന്നണികൾക്കുമെതിരെ മത്സരിച്ചു മിന്നുന്ന പ്രകടനം വയനാട്ടിൽ മുരളീധരൻ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ മാത്രമേ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പരിഗണിക്കൂ. എന്നാൽ വയനാട്ടിൽ മത്സരിക്കാൻ കെ മുരളീധരൻ തയ്യാറാകുമോ എന്നതും നിശ്ചയമില്ല. ഇനിയിപ്പോൾ പ്രിയങ്ക വരികയാണെങ്കിൽ പോലും അവിടെയും മുരളീധരൻ ആരായി? പവനമായി, ശവമായി. എന്നാലും പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും ഇനി തെരഞ്ഞെടുപ്പിനില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കിയതോടെയാണ് നേതൃത്വം വെട്ടിലായത്. 1 ലക്ഷം വോട്ടാണ് പാർട്ടിക്ക് തൃശൂരിൽ നഷ്ടമായത്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 കെ മുരളീധരൻ മൂന്നാമതായി മാറി. വടകരയിൽ സിറ്റിംഗ് MP ആയിരുന്ന കെ മുരളീധരൻ അവിടെ പ്രവർത്തനം ആരംഭിച്ച ശേഷമാണ് നേതൃത്വം ഇടപെട്ട് തൃശൂരിലേക്ക് മാറ്റിയത്. ഷാഫിക്ക് വടകര നൽകാനാണെന്ന പരാതി അന്നേ ഉയർന്നിരുന്നു. നേതൃത്വം നിർദ്ദേശിച്ചതനുസരിച്ച് തൃശൂരിലേക്ക് മാറിയെങ്കിലും പിന്നീട് നേതാക്കൾ സഹായമൊന്നും ചെയ്തില്ലെന്നും മുരളീധരൻ തുറന്നടിച്ചു. ഇതോടെയാണ് അനുനയത്തിന് പാർട്ടി എത്തിയത്. അതേസമയം മറ്റൊരു അടവുമുണ്ട്. പാലക്കാട് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കാനാണ് സാധ്യത. ചേലക്കർ ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് ഒരവസരം കൂടി നൽകിയേക്കാനും സാധ്യതയുണ്ട്. അതേസമയം തന്നെ ആലപ്പുഴയിൽ തോറ്റ ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ വിജയിച്ച ചരിത്രമാണ് പിൻബലം. എന്നാൽ തോൽവിയുടെ കാര്യകാരണങ്ങളിൽ പാർട്ടിയിൽ കലാപമുയർന്നാൽ സാധ്യത മങ്ങും. ഷാഫി പറമ്പിൽ ഒഴിയുന്ന പാലക്കാടാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തലവേദന. ഫോട്ടോ ഫിനിഷിംഗിലാണ് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത്. BJP നിയമസഭയിലേക്ക് വിജയപ്രതീക്ഷ വയ്ക്കുന്ന പ്രധാന മണ്ഡലമാണ് പാലക്കാട്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലൊരു നേതാവ് വേണം മണ്ഡലം നിലനിർത്താൻ എന്നാണ് ചിന്ത. ഷാഫി പറമ്പിൽ നിർദ്ദേശിക്കുന്ന പേരും രാഹുലിന്റേത് തന്നെയാവും.